സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ തിരുവോണത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകൾ നേരുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ് ചന്ത. ഒരു 10-15 ആൾക്കാർക്ക് കൊടുത്തു. ഇനിയുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചന്ത തുടങ്ങിയിട്ടുണ്ട്, നാടൻ ചന്ത. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഓണാഘോഷികളൊപ്പം നിങ്ങൾ ഈ വക സാധനങ്ങളൊന്ന് കാണുക. ഇന്നത്തെ വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ, ചേന, പടവലങ്ങ, പാവയ്ക്ക, വാഴ, കൊപ്ര, ഇങ്ങനെ സാധനങ്ങൾ ഇവിടെ നടന്നു കിടക്കുന്നുണ്ട്. നേന്ത്രക്കായ, ഇതൊക്കെ ഒന്ന് കാണുക. ഇത് ഇങ്ങനത്തെ വിഷമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക, ആരോഗ്യത്തെ സംരക്ഷിക്കുക, ദീർഘായുസ് ഉണ്ടാക്കുക. ഓണം അടിപൊളി. അപ്പോ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഒരു മാസത്തോളം ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ട്. ഇതിനെ സ്നോ വൈറ്റ് കുക്കമ്പർ എന്ന് പറയും. ഇത്തവണ ഇത് മാർക്കറ്റിൽ ഈ സമയത്തുണ്ടായിരുന്നു 25 രൂപ 30 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് ഈ മഴയുടെ പ്രശ്നം കാരണം കൊണ്ടും പിന്നെ ഈ വരവ് കുറഞ്ഞുകൊണ്ട് ഈ സാധനത്തിൽ ഇന്ന് കൊടുക്കണം ഇപ്പോൾ 60 രൂപ 60 രൂപ. അപ്പോൾ ഇത് കാണാൻ നിങ്ങൾ ഇതുപോലുള്ള സാധനം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ വെള്ളക്കായ അരിയൻ അല്ല, ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഇതിന് എന്ത് വില ഉണ്ടെന്ന് അറിയാം. 60 രൂപ 70 രൂപ കൊടുക്കണം. ഇത് കിട്ടണമെങ്കിൽ ഈ മഴയുടെ പ്രശ്നം കാരണം കൊണ്ട് വില കൂടി. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ സാമ്പാറിലിടങ്ങി ഇങ്ങനെയുള്ള സാധനം കൊണ്ടുപോയി ഉപയോഗിക്കുക. ഇതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ രുചിയും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണ ഇതിനൊക്കെ 20 രൂപ ഉണ്ടായുള്ളൂ. ഇപ്പം ഈ സാധനം മേടിക്കാൻ പോയി 60 രൂപ 70 രൂപ കൊടുക്കണം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ. ഇതിനെപ്പോലെ സാധനം നിങ്ങൾ ഇതിൻ്റെ തൊണ്ട് വരെ ചെത്തേണ്ട ആവശ്യമില്ല. അത്ര നല്ല ഞാനാണ് ഗ്യാരണ്ടി, ബാക്കിയുള്ളവർ പറയുന്ന മാതിരിയല്ല ഞാൻ ഗ്യാരണ്ടി പറഞ്ഞത്. ഞാൻ അധ്വാനിക്കുന്ന ഒരു കർഷകൻ, ആ കർഷകൻ്റെ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ആത്മാർത്ഥമായുള്ള ഗ്യാരണ്ടിയാണ് ഞാൻ പറയും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉപയോഗിക്കുക. ഇതാണ് കൊണ്ടുപോയി ഉപയോഗിക്കേണ്ടത്. ഇത്ര നല്ല സാധനം പാല് പിഴിഞ്ഞ് വയ്ക്കാൻ, പാലളവൻ ഇതിനുപയോഗിക്കുക. ഇത് കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ 10 രൂപ ഉണ്ടായുള്ളൂ. ഇപ്പം ഇതിന് എന്താ വില എന്ന് പറയാൻ മാർക്കറ്റിൽ പോയാൽ ഇതുപോലത്തെ കിട്ടാനില്ല. ഇത് എൻ്റെ പറഞ്ഞിട്ടുണ്ടായത് ഈ നിസാരം ഉണ്ടായിരുന്നു വന്നാൽ ഇതാണ് ഈ കാട്ടി തരുന്നത്. കണ്ട കഴിഞ്ഞ സമയത്തെ ഇതിന് വളരെ വില കുറവുകൂടെ ചീപ്പ് റേറ്റ് ആയിരുന്നു. ഇന്നോ ഈ സാധനത്തിന് എന്താ വില എന്നറിയാം, 50 രൂപ കൊടുക്കണം. 50 കിട്ടുമെന്ന് സംശയം. ഇതാണ് കൊണ്ടുപോയി. ഇതിൻ്റെ കളർ കണ്ടത് മുറിച്ചേക്കാൻ കണ്ട കൊതിയൂറും മാവിൽ രുചിയേറും മധുരം എന്നാണ് കാരണന്മാരെ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ കണ്ട പിന്നെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് കൊണ്ടിരിച്ചേക്കുക. കഴുകി നന്നാക്കി കണ്ടതൊക്കെ ഒരു മണ്ണ് പോലും ഇതാണ് വെട്ടി നിങ്ങൾക്ക് തരുന്നത്. ബാക്കിയുള്ളവർമാരില് ഈ വേസ്റ്റ് കടകളിൽ കൂടി തരതല്ല ഞാൻ. കണ്ടാ അതൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കാണുക. ഇതെൻ്റെ പറമ്പിലുണ്ടായതാ. ഇത് നനച്ചേനാന്ന് പറയും. പണം പാവയ്ക്ക, പാവം പാവയ്ക്ക. ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുക. ഇതിപ്പോൾ കുരു കുറയും. എന്താ വെച്ചാൽ മൂപ്പ് കുറവാ. ഞാൻ ഈ ഓണായതുകൊണ്ട് പറക്കേണ്ട സമയമാകുള്ളൂ. എന്നും പൊട്ടിക്കുന്ന കാരണം കൊണ്ട് ഈ പൊട്ടിച്ച് പോണ കാരണം കൊണ്ട് ഇത് വലിപ്പം കുറവ് വരുന്നത്. ഇതാണ് ഒരു കൃഷിക്കാരൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. നിങ്ങളിത് കാണണം. ഇത് കാണാതെ പോകരുത്. ഈ സത്യത്തെ മനസ്സിലാക്കണം. നന്മയെ വിളിച്ചു പറയുകയാണ് ഒരു കർഷകൻ. ഇത് 5ാം വർഷത്തിലേക്കാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത്. ഈ ചന്തയെ നിങ്ങൾ അനുഗ്രഹിക്കണം, ആസ്വദിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. ഉള്ളവരെ, ഇന്നത്തെ ഓണത്തിൻ്റെ ആദ്യത്തെ വിൽപ്പനയാണ്. ഇത് എൻ്റെ സുഹൃത്തിന് കൊടുക്കണം. 5 വർഷത്തോളമായി സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു വീട്ടുകാരനും കൂടിയാണ്. ആൾക്ക് കൈമാറും.